ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായതിലൂടെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ കേണൽ സോഫിയ ഖുറേഷിയെ വർഗീയമായി അധിക്ഷേപിച്ച ബി.ജെ.പി. മന്ത്രി ഒടുവിൽ മാപ്പു പറഞ്ഞു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി കുൻവർ വിജയ് ഷാ വിവാദ പരാമർശം നടത്തിയത്. സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത്. സംഭവം വലിയ വിവാദമാവുകയും കേന്ദ്ര സർക്കാർ മന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അതിനിടെ കേണൽ സോഫിയ ഖുറേഷിയെ അപമാനിച്ച ബി.ജെ.പി. മന്ത്രി വിജയ് ഷാക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. വിജയ് ഷാക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവിയോടാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് കേണൽ സോഫിയ ഖുറേഷി രാജ്യാന്തര ശ്രദ്ധ നേടിയത്. ഇന്ത്യൻ സൈന്യത്തിലെ സ്ത്രീ ശക്തിയുടെ പ്രതീകമായി സോഫിയയെ അവതരിപ്പിക്കുമ്പോഴാണ് മന്ത്രി ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥയെ വർഗീയമായി അധിക്ഷേപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതിനിടെയാണ് കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ കടുത്ത വർഗീയ പരാമർശങ്ങൾ മന്ത്രി നടത്തിയത്. ഇപ്പോഴിതാ വർഗീയ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദമായതിനു പിന്നാലെയാണ് മന്ത്രി മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയത്. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സോഫിയ ഖുറേഷി ജാതിക്കും മതത്തിനും അതീതമായി ഉയർന്നുവന്ന ഇന്ത്യയുടെ മഹത്വം ഉയർത്തിക്കാട്ടിയ വ്യക്തിത്വമാണ്. എന്റെ സ്വന്തം സഹോദരിയേക്കാളും ബഹുമാനിതയാണ് അവർ. രാഷ്ട്രത്തിനു വേണ്ടി അവർ ചെയ്ത സേവനത്തിന് ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുന്നു. കേണൽ സോഫിയയെ അപമാനിക്കാൻ സ്വപ്നത്തിൽ പോലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലും എന്റെ വാക്കുകൾ ഒരു സമുദായത്തെയോ മതത്തെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 തവണ മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ പരാമർശിച്ച് മതവിദ്വേഷം ഉയർത്തുന്ന പരാമർശമാണ് മന്ത്രി നടത്തിയത്. ഭീകരാക്രമണത്തിൽ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുടച്ചുമാറ്റിയ ഭീകരരെ നശിപ്പിക്കാൻ അവരുടെ സഹോദരിയെ തന്നെ അയച്ചാണ് നാം പ്രതികാരം ചെയ്തത്. ഭീകരരെ പാഠം പഠിപ്പിക്കാനും നശിപ്പിക്കാനും അവരുടെ സമുദായത്തിൽ നിന്നുള്ള സഹോദരിയെ സൈനിക വിമാനത്തിൽ അയച്ചു. ഭീകരരുടെ സഹോദരിയെ അവരുടെ വീടുകളിൽ അയച്ച് ആക്രമണം നടത്തുക എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. ഇതാണ് മന്ത്രിയുടെ വിവാദ പരാമർശം. ഇത്രയും കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നതാണെന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തിയത്. എന്നാൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നായിരുന്നു മന്ത്രി വിജയ് ഷായുടെ വിശദീകരണം. വിജയ് ഷായുടെ പ്രസംഗം രാഷ്ട്രീയ വിവാദമായതിനു പിന്നാലെ ബി.ജെ.പി. മന്ത്രിയെ തള്ളി കേന്ദ്ര നേതൃത്വം രംഗത്തു വന്നിരുന്നു. കേണൽ സോഫിയ ഖുറേഷി ഭാരതത്തിന്റെ അഭിമാനമാണെന്നും തലമുറകൾക്ക് മാതൃകയാണെന്നും ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് ചൂണ്ടിക്കാട്ടി. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കരിയോയിൽ ഒഴിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് മനോജ് ശുക്ല വസതിക്ക് പുറത്ത് മുദ്രാവാക്യം വിളിച്ചു. വർഗീയ പരാമർശം നടത്തിയ മന്ത്രിയെ പുറത്താക്കണമെന്ന് പല ഭാഗങ്ങളിൽ നിന്നും ആവശ്യം ഉയരുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് മാപ്പപേക്ഷയുമായി മന്ത്രി രംഗത്തു വന്നത്.